بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസത്തിലെ 9-ാമത്തെ ദിവസമാണിന്ന്. മുഹറം 9 എന്ന് പറയപ്പെടുന്ന 9-ാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ അവൻ ചേർക്കുമാറാവട്ടെ. നമ്മൾ ഇത്രയും കാലം ചെയ്ത അമലുകൾ, ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസം എല്ലാവരും നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ ദുആയിൽ പാപികളായ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ വസിയത്ത് ചെയ്യുകയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾ. നാളെ മുഹറം 10 അതുകൊണ്ട് എല്ലാവരും നോമ്പനുഷ്ഠിച്ച് ഒരുപാട് ദിക്റുകളൊക്കെ ചെല്ലാനുണ്ടല്ലോ. അതൊക്കെ ചൊല്ലി ദുആ ചെയ്യുക. പഠിച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. മുഹറം മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മനുഷ്യന്മാരുടെ, ഒരുപാട് നബിമാരുടെ ദോഷങ്ങൾ പുറത്തു കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചതും നശിപ്പിച്ചതും, ഫിർഔന് മൂസാ നബിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും മുഹറം മാസത്തിലാണ്. അങ്ങനെ ഒരുപാട് നബിമാരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടത് മുഹറം മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ദോഷങ്ങളൊക്കെ ഈ മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു തരുമാറാവട്ടെ. പിന്നെ നമ്മൾ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമളാൻ ഈ മുഹറം മാസത്തിൽ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. അതുപോലെ ചെറിയൊരു ദുആ നമുക്ക് നടത്താൻ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരിമാരുണ്ട്. ടെൻഷനുകളെ കൊണ്ടും
പുറത്തു പറയാൻ മടിക്കുന്ന വിഷമങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അർഹമുർറാഹിമീനായ റബ്ബ്, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാവട്ടെ. കടക്കാരനായി ജീവിപ്പിച്ച് കടക്കാരനായി മരിപ്പിക്കാതിരിക്കട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ തന്ന് നമ്മളെ ആരെയും അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് അല്ലാഹു അർഹമായ നല്ലൊരു വീട് നൽകുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതികൾക്ക്, യുവാക്കന്മാർക്ക് അനുയോജ്യമായ ഇണകളെ നൽകുമാറാവട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് സ്വാലിഹത്തായ ദമ്പതിയെ മക്കളെ നൽകുമാറാവട്ടെ. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവർക്കൊക്കെ നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് പല മാതാപിതാക്കളും മരണപ്പെട്ടു പോയവരാണ്. അവർക്ക് ഖബറിനെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരം വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അഹലുകാരുകൾ, ഞങ്ങളുടെ നാട്ടുകാരുകൾ, ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, വല്ലിപ്പമാർ, വല്ലിമ്മമാർ, അങ്ങനെ പലരും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അവിടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മാറാവ്യാധി രോഗങ്ങൾ തന്നെ ഞങ്ങളെ, ഞങ്ങളുടെ അഹലുകാരെ നീ പരീക്ഷിക്കരുത് അല്ലാഹ്. അർഹമുർറാഹിമീനായ തമ്പുരാനെ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഈമാൻ സലാമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്. അഭിമാനം നീ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഹിദായത്ത് നീ നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ തമ്പുരാനെ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ മരണം ആരുമില്ലാത്തിടത്ത് വെച്ച് ഞങ്ങളുടെ മരണം, ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അർഹമുർറാഹിമീനായ തമ്പുരാനെ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. കത്തിക്കരിയുന്ന മയ്യത്താക്കല്ലേ അല്ലാഹ്. റോഡരികിൽ നിന്ന് വാരിയെടുക്കുന്ന മയ്യത്താക്കല്ലേ അല്ലാഹ്. കീറിമുറിക്കുന്ന മയ്യത്താക്കല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എങ്ങനെ മരിച്ചാലും റഹ്മാനായ റബ്ബേ, ഈമാനുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കാമിലായ ഈമാൻ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് മദീന മുനവ്വറയിൽ ചെല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിനക്കറിയാമല്ലോ ഉദ്ദേശങ്ങളെ. റഹ്മാനായ റബ്ബേ, ജോലിയില്ലാത്തവർക്ക് അർഹമായ ജോലി നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, അർഹമുർറാഹിമീനായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, പ്രവാസികൾ പാവങ്ങളാണ് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചുകൊണ്ടാണ് പ്രവാസ ലോകത്ത് കഴിച്ചു കൂട്ടുന്നത്. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ഭാര്യ സന്താനങ്ങളെട്ടേച്ചുകൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത്. റഹ്മാനായ റബ്ബേ, അവർക്ക് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. അവിടെ ജോലിയിൽ ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്.
അവർക്കൊക്കെ അർഹമായ കൂലി റഹ്മാനായ അവരുടെ ശമ്പളമൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടുവാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാ ശർറ് ബലാ മുസീബത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഷെഹറന്മാരുടെ ഷെഹറിനെ തൊട്ട്, കണ്ണന്മാരുടെ കണ്ണിനെ തൊട്ട്, ഒയ്ബന്മാരുടെ ഒയ്ബിനെ തൊട്ട്, അസൂയക്കാരുടെ അസൂയെ തൊട്ട്, നമീമത്തിനെ തൊട്ട്, ഫത്താനികളുടെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വാഹനം ഓടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാ. അവിടെ യാത്രക്ക് നീ ലക്ഷ്യസ്ഥാനത്ത് നീ എത്തിക്കണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖീനാ അദാബന്നാർ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് പറയാൻ പോകുന്ന ചെറിയൊരു ഇസ്മാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ്. ജോലി ലഭിക്കുവാൻ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഇതിന് ഫലം ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്നാണ് ആ ഇസ്മ. കുളി കഴിഞ്ഞ ശേഷം 100 തവണ ചൊല്ലുക. ജോലി ലഭിക്കുവാൻ പതിവാക്കുക, ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഇസ്മ യാ ഖുദ്ദൂസ് യാ അല്ലാഹ്. കുളി കഴിഞ്ഞ ശേഷം 100 തവണ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിടുകയില്ല വിശ്വാസികളെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഉദ്ദേശങ്ങളും ജോലികളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. അതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ സൂറത്ത് ഓതി പോകുക. നമുക്ക് ഒരാഗ്രഹമുണ്ട്, ഒരു കാര്യം സാധിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൂറത്ത് ഓതി പോകുക. ശത്രുവിനെ ഭയന്നാൽ ശത്രുവിൻ്റെ മുഖത്ത് നോക്കി ഈ സൂറത്ത് ഓതുക. ധൈര്യമുണ്ടാവും, വിജയമുണ്ടാകും ഇൻഷാ അല്ലാഹ്. ചെറിയ ഒരു സൂറത്താണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം അജ്അൽ കൈദഹും ഫീ തളലീൽ. ഈ സൂറത്താണ്. ഇത് ദിവസവും പതിവാക്കുകയും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, കച്ചവടത്തിനാണെങ്കിലും ഒരാളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും ഒക്കെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് പോവുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണല്ലോ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ. റഹ്മാനായ റബ്ബ് അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കുക, അവൻ കൈവിടിയില്ല. സ്വലാത്ത് ചൊല്ലുന്നവരിലും ദിക്റ് ചൊല്ലുന്നവരിലും അല്ലാഹുവും അല്ലാഹുവിൻ്റെ മുത്തുനബിയും ഇഷ്ടപ്പെടുന്നവരിലും അല്ലാഹു നമ്മളെ ആക്കി തീർക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന സൗഭാഗ്യന്മാരിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇതൊരു സൽക്രമമാണ്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എന്നുള്ളതും
ഒക്കെ നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ നിങ്ങൾക്ക് തന്നെ അതിനുള്ള പ്രതിഫലം കിട്ടും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സ്വർഗീയ ലോകത്ത് അവന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും കാണാം.